ഇന്ദ്രിയജനിതമായ സുഖങ്ങളെല്ലാം ആപേക്ഷികമാണെന്ന് സ്വാമി ചിദാനന്ദപുരി. കൊളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ പുരോഗമിക്കുന്ന ധർമ്മപ്രഭാഷണ പരമ്പരയുടെ 5ാം ദിനം പ്രഭാഷണം നടത്തുകയായിരുന്നു സ്വാമിജി. ഈ ലോകത്തെ സർവ്വസുഖങ്ങളും മനുഷ്യൻ ഭൂമിയിൽ വച്ചു തന്നെയാണ് അനുഭവിക്കുന്നത്. തന്നിൽ മാത്രമാണ് ആത്യന്തികമായ സുഖമെന്ന് മനുഷ്യൻ തിരിച്ചറിയണം. മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കാനാണ് മതങ്ങളുള്ളത്. ഇത് തിരിച്ചറിഞ്ഞാൽ മതപരിവർത്തനങ്ങൾ ഒഴിവാക്കാനാകും. സ്വർഗവും നരകവും മനുഷ്യൻ തന്നെയാണ് സൃഷ്ടിക്കുന്നതെന്നും സ്വാമിജി പറഞ്ഞു. ലോകത്തിൽ ഇന്നേ വരെ ഇത്രക്കേറെ വിഷയങ്ങളുടെ പിന്നാലെ നിരന്തരം സുഖത്തിനായി ഓടിയിട്ടും ആരെങ്കിലും പൂർണ്ണ സുഖായി എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അറിയില്ല. അപ്പൊ ഈ ലോകത്തിലെ സകല സുഖഭോഗങ്ങളെ അനുഭവിച്ചിട്ട് തൃപ്തി വരാതെയാണ് അവിടെ പോയാൽ കിട്ടുന്ന ആൾ. അപ്പോഴാണ് ഉപനിഷത്ത് പറയണത് യദേവേഹ തദമുത്ര യദമുത്ര തദന്യഹ. ഇവിടെ എന്താ ഉള്ളത് വെച്ചാൽ അത് തന്നെയാ അവിടെ, അവിടെ എന്താ ഉള്ളത് വെച്ചാൽ അത് തന്നെയാ ഇവിടെ. പിന്നെ ഇവിടെ അടങ്ങിയിരുന്നാ പോരെ. ഇതങ്ങോട്ട് മനസ്സിലാക്കിയാൽ തന്നെ നാട്ടിൽ മതപരിവർത്തനം പകുതിയല്ല മുക്കാലും നിൽക്കും. തന്നിൽ തന്നെ കണ്ട് തന്നാൽ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തന്നിലല്ലാതെ മറ്റെവിടെയും പരമമായ സുഖമുണ്ടെന്ന് ഒരാളും ഇന്നുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ സാധിക്കില്ല. സദസ്സിൽ നിന്നുള്ള സംശയങ്ങൾക്ക് സ്വാമിജി മറുപടി പറഞ്ഞു. ഭഗവത്ഗീത 6ാം അധ്യായമാണ് പ്രഭാഷണ വിഷയം. ദിവസവും വൈകിട്ട് 6 മുതൽ 8 വരെയാണ് പ്രഭാഷണം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം നാളെ സമാപിക്കും. ജനം, കോഴിക്കോട്.